ബിഗ് ബോസ് മലയാളം സീസൺ 7 കുറച്ച് ലൈവ് അപ്ഡേറ്റുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ രാവിലെ ഇതുവരെ നടന്നിട്ടുള്ള ഒരു 3-4 മണിക്കൂറിനകത്ത് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ 5 വൈൽഡ് കാർഡുകൾ കയറിയതൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതാണ്. അതുപോലെ മസ്താനി വന്നപ്പോൾ രേണുസുധിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പുള്ളിക്കാരി വന്നിട്ടുള്ളത്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന രേണുസുധിയെ ഉണർത്തി കഴിഞ്ഞാൽ പുറത്ത് മസ്താനിക്ക് നല്ലൊരു ഇത് കിട്ടും, ഒരു ക്യാമറ ഫോക്കസ് ഒക്കെ കിട്ടും എന്നുള്ള വിചാരത്തിലായിരിക്കും ചിലപ്പോൾ രേണുവിനെ ചൊറിയാൻ പോണത്. എന്തായാലും വന്ന ഉടനെ തൊട്ട് മസ്താനി രേണുവിൻ്റെ പുറകെയാണ്. രേണു അവിടെ ഉറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെ ഒന്ന് ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അത് കേൾക്കുമ്പോഴത്തേക്ക് രേണു അവിടെ പോയി ക്യാമറയുടെ മുമ്പിൽ കിടന്നിട്ട് കുറച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. രേണു ആക്റ്റീവായി എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസ് ആക്റ്റീവ് അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്ന ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മസ്താനി ഒന്ന് ക്യാമറയുടെ മുമ്പിൽ പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങിക്കിടന്ന രേണുവിനെ ഞാൻ ഉണർത്തി എന്നും പറയുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അതൊരു മസ്താനിയുടെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് കയറി പോകുന്ന ആൾക്കാർക്ക് ഓരോ പ്ലാനിങ് കാണണമല്ലോ, അവിടെ ആരെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെന്ന്. ഇപ്പം മസ്താനി നോക്കുന്ന സമയത്ത് ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധി അവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ രേണുസുധിനെ പോയി ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ കണ്ടന്റ് കിട്ടുമെന്ന് മസ്താനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് മസ്താനി രേണുസുധിയെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ അനീഷിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കേട്ടോ, എനിക്ക് ഈ ബിഗ് ബോസ് സീസൺ സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്ത് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നൊരു വ്യക്തിയായിരുന്നു അനീഷ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങോട്ട് കയറി ചെന്നിട്ട് എല്ലാവരെയും എന്ന് വെച്ചാൽ അങ്ങോട്ട് വഴിയേ പോകത്തില്ല, പക്ഷെ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഇറിറ്റേഷൻ രീതിയിൽ ഇങ്ങനെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോൾ അനീഷ് വേറെ ലെവൽ രീതിയിലാണ് കയറിപ്പോകുന്നത് കേട്ടോ. ഒരു നല്ലൊരു മനുഷ്യനാണ്, ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. കാരണം പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ ലൈവ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരാളോടും ഒരു പിണക്കമോ പരിഭമോ അതുപോലെ ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ പോകത്തില്ല, ആരെയും തെറി വിളിക്കത്തില്ല, ചീത്ത വാക്കുകൾ പറയത്തില്ല. എല്ലാം നല്ല വ്യക്തതയോടെ സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അനീഷ്. കഴിഞ്ഞ ദിവസം ഈ ആര്യൻ അനീഷിന് ഫുഡ് കൊടുക്കാതിരിക്കുന്ന, കുറച്ച് ഫുഡ് കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല സങ്കടം വരും അല്ലേ. നല്ലൊരു മനുഷ്യൻ തന്നെയാണ് അനീഷ്, അതിൽ വേറെ ഒരു കാര്യമില്ല. ഒരു കോമണറായിട്ട് കയറിപ്പോയിട്ട് ഇത്രയും നല്ല ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു ആദ്യത്തെ ഒരു മത്സരാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പം നമ്മൾ വൈൽഡ് കാർഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അനീഷും അതുപോലെ ജിഷനും തമ്മിൽ നമ്മളെ ഷാനവാസും ജിഷനും തമ്മിലുള്ള ബന്ധം. അവർ എനിക്ക് നല്ല ഫ്രണ്ട്സ് ആണോ എന്ന്. ജിഷൻ കയറി വരുന്ന സമയത്ത് ഈ ഷാനവാസ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയും പിന്നെ ഇവർ തമ്മിൽ അവിടെ കൂടിയിരുന്ന് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സ് ആണ്. അപ്പം എന്തായാലും ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പം നിലവിൽ ഷാനവാസിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് തന്നെ മിക്കവാറും കിട്ടാതാവും. കാരണം ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് ഈ ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ ലവ് പോകുമ്പോൾ ഇതൊക്കെ പൊളിഞ്ഞ് വാളിസായി കിടക്കുവാണ്. ഇതൊക്കെ ഓൾറെഡി പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ട് മടുത്ത് കിടക്കുവാണ്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള പരിപാടിയായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ഷാനവാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കേട്ടോ, അവരെ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് വൈൽഡ് കാർഡായിട്ട് കയറി വരുന്ന പല ആൾക്കാരും പലരെയും ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പം ജിഷനും അനുമോളും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ രാത്രിയിലും കഴിഞ്ഞ ഇവർ വന്ന സമയത്തൊക്കെ അനുമോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ജിഷൻ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ അവരെ ഒരു ഗെയിം പ്ലാനെ ബാധിക്കുന്നതാണ്. അപ്പം ഇൻഡിവിജ്വലായിട്ട് കളിക്കുവാണെങ്കിൽ മാത്രമേ ഇവർക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കൂ. അപ്പം ഇന്നലെ രാത്രി നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്നലെ രാത്രി രേണുസുധി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ അക്ബറും അതുപോലെ ഷൈറ്റിയും അപ്പാനിയും പിന്നെ ബിന്നിയും കൂടെ ഒക്കെ പോയിരുന്നിട്ട് രേണുസുധി എടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രേണുസുധി ഈ മസ്താനി വന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നത്. മസ്താനി വന്നിട്ട് എന്നെ ചൊറിയാൻ വന്നു, എന്നെ തീരെ അങ്ങ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, ഞാൻ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുധി അവിടെ സംസാരിക്കുന്നുണ്ട്. രേണുസുധി സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ചീവീട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പം പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ഒന്ന് ഇതായിട്ടിരിക്കുന്നെങ്കിലും പുള്ളിക്കാരി ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുള്ളിക്കാരി അവിടെ ഭയങ്കര സംസാരം ഉണ്ടാക്കും. പിന്നെ ചെവി പൊത്തി പിടിച്ചിരിക്കേണ്ട അവസ്ഥ വരും. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വിധവയല്ലേ അതൊക്കെ വീണ്ടും കൊണ്ടിടുന്നു. അപ്പം അക്ബർ പറയുന്നുണ്ട്, എന്താണ് ചേച്ചി ഇതൊക്കെ ഓൾറെഡി കേട്ട കാര്യമാണ്, ഇതൊക്കെ ജനങ്ങൾ കണ്ട കാര്യമാണ്, ഇനി ഈ വിധവയുടെ കാര്യം കൊണ്ട് ഇടല്ലേ, വേറെ വല്ലതും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പം ശൈത്യ എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് പറയുവാണ്, ഓൾറെഡി ചേച്ചി ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമ്മളൊരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ്, മെൻ്റലി ഒരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്.
അപ്പം ചേച്ചി ഞങ്ങളെയും കൂടെ തകർക്കുന്ന രീതിയിൽ സംസാരിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം മസ്താനിയുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയെ എങ്ങനെയെങ്കിലും ഉണർത്തുക, ജനങ്ങളെ ഒരു ഇതുണ്ടല്ലോ ഫോക്കസ് മസ്താനിയിലോട്ടും രേണു സുധിയിലോട്ടും കൊണ്ടുപോവുക, അവിടെ നിന്നുള്ള കണ്ടന്റ് രേണു സുധിയായിട്ടുള്ള കണ്ടന്റ് പുറത്തോട്ട് വിടുക, അതാണ് മസ്താനിയുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പം ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവിൽ ഇവർ വന്നു കഴിഞ്ഞിട്ട് മസ്താനി സുധിയുടെ പേരൊക്കെ ഒരുപാടെടുത്ത് വലിച്ചിടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പം ആ ഒരു പേരും കൂടെ വലിച്ചിട്ടിട്ട് ഇപ്പം PR ഒക്കെ രേണുസുധിയുടെ PR ടീമുകളൊക്കെ ഇപ്പോൾ ഉറങ്ങിയിരിക്കുകയാണ്. ഇനി വീണ്ടും ഈ രേണുസുധിയുമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ സുധിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ PR ടീമിന് പണിയെടുക്കാൻ നല്ലൊരു വകുപ്പാണ് മസ്താനി ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അനുമോളും ജിഷനും രാത്രിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജിഷനും അനുമോളൊക്കെ ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. ഇവർ സ്റ്റാർ മാജിക്കിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട്, പരിപാടിയൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എങ്ങനെയാലും നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. അപ്പോൾ വന്ന സമയം തൊട്ടേ അനുമോൾ ജിഷനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പുറത്ത് എപ്പിസോഡ് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് വാർണിംഗ് ഒക്കെ കൊടുത്തു. അതുപോലെ വാഷ്റൂം ഏരിയയിൽ നിൽക്കുന്ന സമയത്തും അനുമോൾ അടുത്ത് ജിഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവർ വന്ന സമയത്ത്. അപ്പോൾ വെച്ചാൽ നീ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണം, കരച്ചിലൊക്കെ മാറ്റിക്കോ, ഈ കരയുന്നത് നല്ലതല്ല, കാരണം വെച്ചാൽ സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ നീ നല്ലൊരു ഗെയിമറാണ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുപോലെ രാത്രിയിലും നൈറ്റിലും ഇവർ തമ്മിലിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ജിഷൻ അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, അനുമോൾ നീ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കുകയാണെങ്കിൽ നീ വേറെ എല്ലാ കാര്യത്തിലും നീ ഓക്കെയാണ്, പക്ഷെ നീ ഇച്ചിരി സ്ട്രോങ് ആവണമെന്ന് പറയുന്നുണ്ട്. നീ തൊടുന്നതിനും പിടിക്കുന്നതിനും ഇങ്ങനെ നടന്ന് കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും വിചാരിച്ചിട്ടല്ല, ഇതൊക്കെ വന്നു പോണെയാണ്. എൻ്റെ അനിയത്തിയുടെ പ്രായമുള്ള ഈ ജിസേലിനെയാണ് ഉദ്ദേശിക്കുന്നത്, കുട്ടിയൊക്കെ എന്നെ എന്തുമാത്രം മോശ വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നത് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നതാണ്. എന്നിട്ട് സ്റ്റാർ മാജിക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്താണ് വിചാരിച്ചത്, ഞാൻ വിചാരിച്ചു സ്റ്റാർ മാജിക്കിലെ പോലെ ഇവിടെ വന്ന് ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല സന്തോഷമായിട്ട് കളിച്ച് നിന്ന് പോകാമെന്നുള്ളൊരു രീതിയിലേക്കാണ് പുള്ളിക്കാരി ജിഷനോട് സംസാരിച്ച് കൊടുക്കുന്നത്. അപ്പം ജിഷൻ വീണ്ടും പറയുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, നീ നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ നിനക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം വന്ന സമയം തൊട്ടേ ജിഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ അനുമോൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പം അനുമോള് ഒരു ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഓൾറെഡി സപ്പോർട്ടുണ്ട്. ഇപ്പം കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കുവാണെങ്കിൽ, ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ ഒന്ന് ഒഴിച്ച് കളയുവാണെങ്കിൽ പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ ടോപ്പ് 5 എത്താൻ പറ്റുന്നൊരു കണ്ടസ്റ്റൻസ് ആണ് ഈ അനുമോള്. അതുപോലെ ജിഷന്റെ കാര്യങ്ങളും അവിടെ ബിഗ് ബോസ് വീട്ടിൽ പല ആൾക്കാരും പറയുന്നുണ്ട്. ഇപ്പം വന്ന സമയത്ത് തന്നെ എല്ലാവരും പറയുന്നുണ്ട് മണ്ടനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ പുള്ളിക്കാരൻ ചുമ്മാ അങ്ങോട്ട് നേരാപ്പാരൊക്കെ നടക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണെന്നും പറയുന്നുണ്ട്. ഇനി രാവിലെ തൊട്ട് ഇതുവരെയുള്ള കുറച്ച് ലൈവിലെ അപ്ഡേറ്റുകൾ ഞാൻ പറയാം. രാവിലെ തന്നെ അനുമോള് പാവയും, ഇപ്പം അനുമോൾ എവിടെ പോയാലും ഒരു പാവയും കൊണ്ടാണല്ലോ നടക്കുന്നത്. അപ്പം ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും അത് നോട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഏതെങ്കിലും ഒരു സന്ദർഭം വരുന്ന സമയത്ത് പാവയെ പിടിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനും അടി ഉണ്ടാക്കാനുമാണ് മിക്കുള്ള ആൾക്കാരും അവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അനുമോള് രാവിലെ തന്നെ ഒരു പാവയെ എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പം അവിടെ കടന്നിട്ട് ഷാനവാസും അഭിശ്രീ ഉണ്ടല്ലോ, അഭിലാഷും കൂടെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അനുമോള് പോകുന്ന കാണുമ്പോഴത്തേക്ക് അഭിലാഷ് പറയുന്നുണ്ട്, ഏത് സമയം നോക്കിയാലും ഒരു പാവം പിടിച്ചുകൊണ്ടാണ് ഇപ്പം നടപ്പ്, ഇത് പഴയ ഒരു സീസണിൽ ഒരാളെ കോപ്പി അടിക്കുക പുള്ളിക്കാരി എന്ന് പറയുമ്പോഴത്തേക്ക് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അഭിലാഷ് പറയുന്നുണ്ട്, അത് രജിത് കുമാർ ഉണ്ടല്ലോ, പുള്ളിയെ എപ്പോഴും ഒരു പാവം പിടിച്ചുകൊണ്ടാണ് അന്ന് നടന്നത്, അപ്പോൾ പുള്ളിയെ ഒരു കോപ്പി അടിക്കുവാണ് അനുമോള് ചെയ്യുന്നതെന്നാണ് അഭിലാഷ് പറയുന്നത്. അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ആണോ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് ആരാ പുള്ളി എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ആ വയസ്സായിട്ടുള്ള ആളാണോ, താടിയൊക്കെ വെച്ചിട്ടുള്ള ആളാണോ? എനിക്ക് രജിത് കുമാറിനെ അറിയാത്തതായിട്ട് ആരും കാണത്തില്ല. എനിക്ക് ഷാനവാസ് അവിടെ ഒരു പുള്ളിയുടെ ഒരു ഗെയിം പ്ലേ ഇറക്കിയതാ, കാരണം അഭിലാഷിൻ്റെ അടുത്ത് പുള്ളി അറിയത്തില്ല എന്നുള്ള രീതിയിൽ. കാരണം എങ്ങനെയൊക്കെ പോയാലും പഴയ സീസണിലെ കുറേ ആൾക്കാരെ എല്ലാവരും കോപ്പി അടിക്കും. വരും സീസണിലെ കണ്ടസ്റ്റൻസുകൾ പഴയ ആൾക്കാർ, ഒന്നിൽ സാബു മോനെ എവിടെയെങ്കിലും കോപ്പി അടിക്കുന്ന ആൾക്കാർ കാണും, അല്ലെങ്കിൽ രജിത് കുമാറിനെ കോപ്പി അടിക്കുന്ന ആൾക്കാർ കാണും, ഡോക്ടർ റോബിനെ കോപ്പി അടിക്കുന്ന ആൾക്കാർ കാണും. അപ്പം ഇവരെയൊക്കെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കോപ്പി അടിക്കുന്നുള്ളൊരു തോന്നലാവുമല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കാം ഷാനവാസ് പറഞ്ഞത് അങ്ങനെ അതാരാ താടി വെച്ച വയസ്സായിട്ടുള്ള അയാളാണോ? അപ്പം അഭിലാഷ് പറയുന്നുണ്ട്, അതെ അയാൾ തന്നെ, അയാളെ കോപ്പി അടിക്കുകയാണ് ഈ അനുമോള് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് അതിലെ കൂടെ ഒക്കെ കറങ്ങി അടിച്ച് നടന്നിട്ട് അതിലെ കൂടെ ഒക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 7 മണി ആയപ്പോഴത്തേക്ക് രാവിലെ തന്നെ ഒരു വള്ളി പിടിക്കാനെ കൊണ്ട് വേദലക്ഷ്മി വരുവാണ്. കിച്ചണിലോട്ട് പോയിട്ട് അവിടെ അപ്പാനിയും ടീമുകളൊക്കെ അവിടെ നിൽപ്പുണ്ട്, കിച്ചൺ ടീമൊക്കെ ചോദിക്കുകയാണ്, ഇവിടെ ഒന്നുമില്ലേ കഴിക്കാൻ, എനിക്ക് വിശക്കും, 7 മണിയായില്ല, ഇത്രയും നേരം നിങ്ങൾ എന്തെടുക്കുമായിരുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എനിക്ക് ഇപ്പം വേണമെന്ന് അവിടെ കിടന്നിട്ട് പുള്ളിക്കാരി പറയുവാണ്. അപ്പം
ഇത് കേട്ടുടനെ അപ്പം പുള്ളിക്കാരി പറയുന്നത് ഇവിടെ അരിയും മാവും ഗോതമ്പും മണ്ണെണ്ണ എല്ലാം ഉണ്ടല്ലോ, എന്നിട്ട് ഇത്ര രാവിലെ 7 മണിയായിട്ടും എന്തുകൊണ്ട് ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പാനി അവിടെ നിന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ പറയും ഇവിടെ മണ്ണെണ്ണയും അരിയും ഗോതമ്പും എല്ലാം ഉണ്ട്, ഇവിടെ രാവിലെ 7 മണിക്ക് ഫുഡ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ അതൊന്നും നടക്കത്തില്ല, രാവിലെ എണീച്ച് 7 മണിക്ക് നിങ്ങൾക്ക് ചുട്ട് തരാനെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പാനെ അവിടെ കടന്ന് കുറേ ഡയലോഗ് കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ വായടപ്പിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം നിങ്ങളെ ഡ്യൂട്ടി ചെയ്താൽ മതി, ഞങ്ങളെ കിച്ചൺ ടീമിന്റെ ഡ്യൂട്ടി ചെയ്യാൻ ഞങ്ങൾക്കറിയാം, ഫുഡ് എപ്പം റെഡി ആവും അപ്പം നിങ്ങളെ വിളിക്കും, അപ്പം വന്നിരുന്ന് ഞണ്ണിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പാനി വേദലക്ഷ്മിയുടെ വായടപ്പിച്ചങ്ങ് വിട്ടു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി രാവിലെ തന്നെ ഒരു വള്ളി പിടിക്കാൻ പോയതാണ്. കാരണം ക്യാമറ അറ്റൻഷനൊക്കെ ഗുണം ഈ വൈൽഡ് കാർഡിന്റെ ഒരു മെയിനായിട്ടൊരു ഇന്ത്യൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ 1-2 ദിവസം എങ്ങനെയെങ്കിലും ക്യാമറ അറ്റൻഷൻ പിടിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. കാരണം ആ സമയത്ത് ക്യാമറ അറ്റൻഷൻ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാലും അവിടെ ഒരു ക്ലച്ച് പിടിച്ച് പോവാം, അല്ലെങ്കിൽ പോയി. കാരണം അടുത്ത വീക്കിൽ എങ്ങനെയായാലും നോമിനേഷനിൽ വരുവാണെങ്കിൽ, കാരണം അത് വെച്ചിട്ടായിരിക്കും ജനങ്ങൾ വോട്ട് കൊടുക്കുന്നതിന് നല്ലപോലെ വൈൽഡ് കാർഡിൽ കയറി പോകുന്ന ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവിടെ മസ്താനി രേണുവിനെ പിടിക്കുന്നു, അതുപോലെ ലക്ഷ്മി വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഒരു ചൂല് എടുത്തുകൊണ്ട് തൂക്കാൻ ഇറങ്ങുന്നത്, അതുപോലെ രാവിലെ 7 മണിക്ക് വന്നിട്ട് കഴിക്കാനൊന്നും ഇല്ലയെന്ന് ചോദിച്ചിട്ട് അവിടെ കടന്ന് വള്ളി പിടിക്കാൻ പോകുന്നു. എന്നിട്ട് ലക്ഷ്മി ചൊറിഞ്ഞ് അവിടെ അങ്ങ് നിൽക്കുവാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, കാരണം പുള്ളിക്കാരി വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് എങ്ങനെയെങ്കിലും അവിടെ ഒരു ചെറിയ രാവിലെ ഒരു കണ്ടന്റ് കൊടുക്കണം, ഒരു ഇമ്പാക്ട് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു അറ്റൻഷൻ അവരിലോട്ട് എത്തിക്കണം, ജനങ്ങളെ അറ്റൻഷൻ. കാരണം ഇവരെ ഇപ്പം ലക്ഷ്മിയെ സത്യം പറഞ്ഞാൽ എനിക്ക് ലക്ഷ്മിയൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഇവരെ അറിയാത്തപ്പം ഇപ്പം വൈൽഡ് കാർഡായിട്ട് കയറിയേക്കുന്ന 2 പേരിൽ എനിക്ക് ജിഷനെ അറിയായിരുന്നു, മസ്താനി അറിയായിരുന്നു. അപ്പം ഇവരെ 2 പേരെ എനിക്ക് അറിയാം, ബാക്കി 3 പേരെ എനിക്ക് അറിയത്തില്ലല്ലോ, ഉള്ള കാര്യം പറ. അപ്പൊ ഇവരെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും ആ ആൾക്കാരെയും കൂടെ ഇവർ ഒരു അറ്റൻഷൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ വന്നിട്ട് ചൊറിയാനൊക്കെ നിന്നിട്ടുള്ളത്. അപ്പൊ ചൊറിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാക്സിമം അവിടെ അപ്പാനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ നിങ്ങൾ അവിടെ ഒന്ന് സമാധാനമായിട്ട് പോയെന്നിരിക്കുന്നത്, റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കും. അപ്പോഴും വീണ്ടും പറയുന്നു 7 മണിക്ക് എനിക്ക് ഫുഡ് കഴിക്കണം, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അപ്പാനി വീണ്ടും പറയുന്നുണ്ട് ഇവിടെ രാവിലെ ഓരോരുത്തർ എണീച്ച് ടോയ്ലറ്റിലും ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഓരോരുത്തർ വന്നിട്ട് അപ്പം ഓരോ ജോലികളായിട്ട് ചെയ്യണം, അപ്പം അത് 7 മണിക്ക് നടക്കുന്ന കാര്യമല്ലെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അപ്പാനിക്ക് സഹി ഇട്ടിട്ട്, അപ്പാനി നല്ല മാന്യതയോട് കൂടിയിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സാധാരണ അപ്പാനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് 1 പറഞ്ഞ് 2 പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവിടെ കൂളായിട്ട് നിന്ന് പുള്ളിക്കാരൻ നല്ല രീതിയിൽ അവിടെ ഹാൻഡിൽ ചെയ്തു. ചിലപ്പം വന്ന് കയറിയതല്ലേ ഒരു സീനൊന്നും ഉണ്ടാക്കേണ്ടെന്ന് കരുതിയതായിരിക്കാം. അങ്ങനെ നിന്നിട്ട് ഇപ്പം കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ഷാനവാസ് ആണല്ലോ. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞതിന് ഷാനവാസ് ഈ പുള്ളിക്കാരി അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, നിങ്ങളല്ലേ ക്യാപ്റ്റൻ, അപ്പം രാവിലെ എന്താണ് കഴിക്കാനുള്ളത് ഞാൻ പറഞ്ഞിട്ടും ഇപ്പം പുള്ളിക്കാരിക്ക് അത് മനസ്സിലാവുന്നില്ല, കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും പുള്ളിക്കാരി വീണ്ടും ആവർത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് കഴിക്കാനുള്ളത്. അപ്പൊ ഷാനവാസ് അവിടെ നിന്ന് പറയാ, അവരുടെ അടുത്ത് പറ 2 ഉണ്ടംപൊരി ഉണ്ട് കഴിക്കാൻ. അത് കേട്ടത് ചിരിച്ച് എൻ്റെ ഉപ്പാട് വന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അവിടെ ആ ഒരു ചെറിയൊരു സംസാരമൊക്കെ ആയിട്ട് അവർ നൈസായിട്ട് അവിടെ പോകുന്നുണ്ട്. ഈ പെണ്ണുമ്പിള്ളയെ സത്യം പറഞ്ഞാൽ ഈ ലക്ഷ്മിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു വൈൽഡ് കാർഡായിട്ടൊക്കെ അവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് സാധാരണ നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്, എങ്ങനെയെങ്കിലും കുറച്ചൊരു ഇത് ക്യാമറ അറ്റൻഷനും കാര്യങ്ങളൊക്കെ പിടിച്ചു പറ്റിയാൽ മാത്രമേ അടുത്തൊരു നോമിനേഷനിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് ഗെയിം കളിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഷാനവാസും റെന ഫാത്തിമയും തമ്മിൽ ചെറിയ രീതിയിലൊരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്, സംസാരം കൊണ്ടിട്ട്. കായികപരമായിട്ട് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കാം, സംസാരം കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പം ഗ്യാസിന്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം റെന ക്ലീൻ ചെയ്യാൻ വന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ഇത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൂടെ, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണമെന്ന്. അപ്പം റെന അവിടെ പറയുന്നുണ്ട്, എനിക്ക് പറ്റിയില്ല, ഞാൻ മറന്നുപോയി, വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്, ഇനി ഞാൻ ക്ലീൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മളെ ജിസേൽ വരുന്നുണ്ട്. ഇപ്പം ജിസേലും റെന ഫാത്തിമയും ഭയങ്കര കമ്പനിയാണല്ലോ. അപ്പം റെന ഫാത്തിമയാണല്ലോ ജിസേലിന്റെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം പുള്ളിക്കാരി ഉടനെ വന്നിട്ട് ജിസേൽ വന്നിട്ട് റെന ഫാത്തിമയെ സപ്പോർട്ട് ചെയ്യുന്നു, സാരമില്ല അടുത്ത വട്ടം ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ഷാനവാസിന്റെ കുരു അങ്ങോട്ട് പൊട്ടി. ഷാനവാസ് പറയുന്നുണ്ട്, ഇവിടെ ഒരു പറ്റത്തില്ല, ഇവിടെ ഒരു ഫേവറിസം നടക്കത്തില്ല, പറ്റത്തില്ല, അവരവർ ചെയ്യേണ്ട പണി അവരവർ ചെയ്തേ പറ്റൂ, ഇങ്ങനെ പോകാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പേരും കൂടെ അവിടെ കിടന്നിട്ട് ചെറിയ രീതിയിൽ സംസാരം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മുട്ടൻ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിസേൽ ഉണ്ടല്ലോ, ജിസേൽ ഓൾറെഡി അറിയാം, ജിസേൽ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, മൊത്തം മുടിയെല്ലാം കൂടെ താഴോട്ടിട്ട് മുടിയൊന്നും കെട്ടിവെക്കാതെ 2 സൈഡിലും ഇട്ട് പറത്ത് നടക്കലാണ് ജിസേലിന്റെ പരിപാടി. ഇത് ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് ഉറപ്പായിട്ട് ചോദിക്കണം. കാരണം കിച്ചണിലൊക്കെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന സമയത്ത് ഈ മുടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിഷയമുള്ള കാര്യങ്ങളാണ്, പറന്ന് ഫുഡിനകത്തൊക്കെ വീഴാം.
അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം മാക്സിമം അത് കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ഹെയർ നെറ്റ് വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം ഇവിടെ ജിസയിൽ വന്ന് നിന്ന് തിരിഞ്ഞു നിന്ന സമയത്ത് ഇവരെ ഗ്യാസിനകത്ത് കയറി, കത്തിക്കൊണ്ടിരിക്കുന്ന ഗ്യാസിനകത്ത് കയറിയിട്ട് ഇവരെ മുടി കയറിയും കത്തി. അപ്പം തന്നെ രണ ഫാത്തിമ ഉള്ളതുകൊണ്ട് ആ എക്സ്റ്റൻഷൻ ചെയ്ത മുടിയൊന്നും കത്തിപ്പോയില്ല. അല്ലെങ്കിൽ മുട്ടയടിക്കണം പറഞ്ഞ ബിഗ് ബോസിനോട് മുട്ടയടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ജിസേലിന്റെ മുടി ഒന്നടങ്കം കത്തിപ്പോയനെ. ഒരു ഒരു ഇത് ഒരു തരിയെന്ന് നമ്മൾ പറയും, ഒരു രോമം എന്ന് പറയില്ല, ഒന്നില്ലാതെ എല്ലാം കത്തിപ്പോയതിന്റെ അവസ്ഥ നമ്മൾ ഇന്ന് രാവിലെ ലൈവിൽ കാണേണ്ട വന്നേനെ കേട്ടോ. ഇത് രാവിലെ നടന്ന സംഭവമാണ്. അപ്പം ജിഷേനെ അപ്പുറത്തിരുന്നിട്ട് പറയുന്നുണ്ട്, എവിടെയാണ് മുടി കത്തിയ വാട വരുന്നത്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം രണ ഫാത്തിമ പറയുന്നുണ്ട് ജിസേലിന്റെ മുടി കത്തിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം ജിഷൻ അവിടെ നിന്നിട്ട് പറയാം, നിങ്ങൾക്ക് ആ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് നടന്നൂടെ, കുറച്ച് ഇതൊക്കെ ആയിട്ട് നടന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും വൻ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ കോമഡിയായി. അപ്പൊ കത്തിപ്പോയ മുടിയും കൊണ്ട് ജിസേൽ അവിടെ നിരാശപ്പെട്ടൊക്കെ നടപ്പുണ്ട് ലൈവില്. അത് കഴിഞ്ഞ് രാവിലെ തന്നെ ബിഗ് ബോസ് അത്തപ്പൂക്കൾ ഇടാനൊക്കെ, ഓണമല്ലേ, അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ അത്തപ്പൂ ഇടാനുള്ള പൂക്കളും കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. ശൈത്യയും അനീഷുമാണ് അത്തപ്പൂക്കളത്തിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത്. ഇവിടെയും പണി കിട്ടിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് കാറായിട്ട് കയറിയിരിക്കുന്ന കണ്ടസ്റ്റൻസിനാണ് ഓണമായിട്ട് നല്ലൊരു ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ് അവർ 5 പേർക്ക് ഉണ്ടായിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഈ 5 പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ആൾക്കാർക്കും പുതിയ ഡ്രസ്സ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ ലൈവിൽ നടന്നിട്ടുള്ളത്. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. See you.